ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ലളിതാ സഹസ്രനാമത്തെ പറ്റിയൊന്ന് വിശദമായി നോക്കാം. നമ്മളെല്ലാവരും തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കാറുണ്ട്. ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള എല്ലാ മനുഷ്യരും ലളിതാ സഹസ്രനാമം ജപിക്കണം. എന്തിനെന്നാൽ ലൗകികപരമായ നമ്മുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകുന്നതിനായിട്ട് അമ്മ മഹാമായയെ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത്. ഈ ലളിതാ സഹസ്രനാമം, അതായത് ലളിതാംബികയുടെ, അമ്മയുടെ ഈ 1000 നാമങ്ങൾ ആർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് നിങ്ങൾക്കറിയാമോ? മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഹയഗ്രീവമൂർത്തിയാണ് അഗസ്ത്യ മഹർഷിക്ക് ലളിതാ സഹസ്രനാമം ഉപദേശിച്ച് കൊടുത്തത്. ഹയഗ്രീവമുനി ആദ്യം തന്നെ അംബികയുടെ ജനനവും അതുപോലെ തന്നെ ഭണ്ഡാസുരനെ വധിച്ച ആ കഥയും, അതായത് അവതാര കഥ, അമ്മ മഹാമായയുടെ അവതാര കഥ, അംബികയുടെ പട്ടാഭിഷേകം, അത് കഴിഞ്ഞിട്ട് ഭണ്ഡാസുരവധം, ഇതെല്ലാം തന്നെ വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു. ആരാണ് ഭണ്ഡാസുരൻ? മഹാദേവൻ്റെ 3ാമത്തെ തൃക്കണ്ണിൽ നിന്നും കാമദേവൻ വെന്ത് ഭസ്മമായി പോയ കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ ആ ഭസ്മത്തിൽ നിന്നും ചിത്രകർമാവ് നിർമ്മിച്ചതാണ് ആരെ? ഭണ്ഡനെ. മഹാദേവൻ്റെ പ്രസാദത്താൽ ഈ ഭണ്ഡന് ജീവൻ ലഭിച്ചു. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ഇവൻ വലിയ അഹങ്കാരിയായി തീർന്നു. ഭഗവാനെ തന്നെ നിന്ദിക്കുവാൻ തുടങ്ങി. ദേവന്മാർക്ക് ഒരു സമാധാനവും കൊടുത്തില്ല. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ലളിതാദേവിയെ പ്രാർത്ഥിക്കുകയും അംബിക ദേവന്മാരുടെ പ്രാർത്ഥന കേട്ടിട്ട് ഈ ഭണ്ഡനെ വധിക്കുകയും ചെയ്തു. ദേവിയുടെ നഗരം ഏതാണ്? ശ്രീപുരം. ഇതിനെപ്പറ്റി എല്ലാം തന്നെ വളരെ വിശദമായി ഹയഗ്രീവൻ അഗസ്ത്യമുനിക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ മഹാദേവിയുടെ 1000 നാമങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ അഗസ്ത്യമുനി ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ദേവിയുടെ 1000 നാമങ്ങൾ ഹയഗ്രീവൻ ഉപദേശിച്ച് തരാഞ്ഞത്? എന്നിട്ട് ഈ സംശയം അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കുന്നു. ലളിതാദേവിയുടെ സഹസ്രനാമം ഹയഗ്രീവമൂർത്തിയും ദയാനിധിയുമായ അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരാഞ്ഞത് മറന്നുപോയിട്ടാണോ? അതോ മനഃപൂർവം വേണ്ടെന്ന് വെച്ചതാണോ? ആ സഹസ്രനാമങ്ങൾ കേൾക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് കണ്ടിട്ടാണോ അങ്ങ് അതെനിക്ക് ഉപദേശിച്ച് തരാഞ്ഞത് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് അഗസ്ത്യമുനി ഹയഗ്രീവമൂർത്തിയോട് പറഞ്ഞു. അപ്പോൾ ഹയഗ്രീവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ആദ്യത്തെ ഗുരുക്കന്മാരിൽ ഒരാളായ ലോപമുദ്രാ ഋഷികയുടെ ഭർത്താവായ അഗസ്ത്യ, നീ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഞാൻ ഇതുവരെ ലളിതാ സഹസ്രനാമം നിനക്ക് ഉപദേശിച്ചു തരാഞ്ഞതിൻ്റെ കാരണം പറയാം. ഇത് രഹസ്യമാണ്, അതുകൊണ്ടാണ് പറഞ്ഞു തരാഞ്ഞത്. എങ്കിലും ഭക്തിപൂർവം നീ വീണ്ടും ചോദിച്ചതിനാൽ ഞാനത് പറഞ്ഞു തരാം. ഉടനെ അഗസ്ത്യൻ പറയുകയാണ്, രഹസ്യമാണെങ്കിൽ പോലും ഭക്തനായ ശിഷ്യന് ഗുരു ഉപദേശിക്കേണ്ടതാണ്
എന്നാൽ ഭക്തിയില്ലാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും ഇത് ഉപദേശിക്കുവാൻ പാടുള്ളതല്ല. ദുർബുദ്ധികൾക്കും ദുഷ്ടന്മാർക്കും വിശ്വാസമില്ലാത്തവർക്കും ഈ സഹസ്രനാമം ഉപദേശിച്ചുകൂടാ. ലളിതാദേവിയുടെ ഭക്തർക്കും ശ്രീവിദ്യാമന്ത്രം ഗ്രഹിച്ചവർക്കും ഇത് ഉപദേശിക്കാവുന്നതാണ്. ശുദ്ധന്മാരായ ഉപാസകർക്ക് ഈ 1000 നാമങ്ങൾ ഉപദേശിച്ചു കൊടുക്കാവുന്നതാണ്. ഇവ ഉടനടി ഫലം നൽകുന്നതാണ്. തന്ത്രങ്ങളിൽ ലളിതാദേവിയുടെ മന്ത്രങ്ങൾ ധാരാളമുണ്ട്. അതിൽ ആദ്യമുണ്ടായ സഹസ്രനാമം ഇതാണ്. എന്നിട്ട് അഗസ്ത്യ മഹർഷി നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം. ഈ സഹസ്രനാമം നിത്യകർമ്മം പോലെ ചൊല്ലണം. ശ്രീചക്ര പൂജയും കാതിമന്ത്രജപവും മറ്റും സിദ്ധി കാംക്ഷിക്കുന്ന ഉപാസകർ ഗുരു ഉപദേശപ്രകാരം നിത്യവും ചെയ്യേണ്ടതാണ്. മറ്റു ഭക്തന്മാർ സഹസ്രനാമം ജപിക്കണം. അപ്പം നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് സഹസ്രനാമം ജപിക്കാനേ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ശ്രീചക്രമൊക്കെ വരച്ച് പൂജ ചെയ്ത് അങ്ങനെ ചെയ്യാൻ സാധാരണ ജനങ്ങൾക്ക് സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നത് ദേവി ഉപാസകരാണ്. അവർക്കൊരു ഗുരു കാണും. ആ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ അതെല്ലാം പഠിച്ച് അങ്ങനെ ആയിരിക്കും അവർ ചെയ്യുന്നത്. സാധാരണ മനുഷ്യർ, അത് അംബിക തന്നെ പറഞ്ഞു തരുന്നുണ്ട്, സാധാരണ മനുഷ്യർ, നമ്മളെപ്പോലെയുള്ള മനുഷ്യർ സഹസ്രനാമം ജപിക്കുക. അത് വളരെ വളരെ വിശേഷമാണ്. ഇനി ഭക്തിയില്ലാതെ ജപിക്കരുത്, സംശയത്തോടു കൂടി ജപിക്കരുത്. ഒരു കാര്യം കിട്ടുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി ജപിക്കരുത്. ചില ആളുകൾ പറയും, നിങ്ങൾ കുറച്ചു കാലം അങ്ങോട്ട് ജപിക്കൂ, നിങ്ങളുടെ ആ ആഗ്രഹം സാധിക്കും എന്ന് പറയും. ഒരു 3 മാസമോ 6 മാസമോ ഒക്കെ അങ്ങോട്ട് ജപിച്ചു കഴിയുമ്പം ചിലപ്പോൾ ആ സമയത്ത് അത് സാധിച്ചില്ല എന്ന് വരും. ഉടനെ തന്നെ ചുമ്മാതിതൊക്കെ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് നിർത്തും. അവർക്ക് യഥാർത്ഥ ഭക്തിയില്ല. കാരണം അംബികയെ വിശ്വസിച്ച് നിങ്ങൾ ജപിക്കുക. നിങ്ങൾക്ക് തരേണ്ട സമയത്ത് തരേണ്ടത് അംബിക തീർച്ചയായിട്ടും നൽകും. അമ്മയെ വിശ്വസിക്കണം, എങ്കിൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ. അവിശ്വാസികൾ ജപിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുമുണ്ട്. അതുപോലെ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ അതൊരു സാധനയാണ്. നമ്മൾ വെറും നിലത്ത് ഇരുന്ന് ജപിച്ചുകൂടാ എന്നാണ് പറയുന്നത്. അതായത് ഒരു പായോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള തുണിയോ അതല്ലെങ്കിൽ ഒരു പലകയോ അതിൽ ഇരുന്നിട്ട് ജപിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുപോലെ നിലവിളക്ക് തെളിയിച്ച് വെച്ചിട്ട് ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. മഹാദേവിക്ക് അർച്ചന നടത്തിക്കൊണ്ട് ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഭക്തിയോടുകൂടി ജപിക്കണം. എന്തെങ്കിലും ഒരു പ്രസാദം, അതായത് ഒരു പഴമോ കൽക്കണ്ടമോ മുന്തിരിങ്ങയോ എന്തെങ്കിലും പ്രസാദമായി സമർപ്പിച്ചിട്ട് ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ജപത്തിനു ശേഷം അത് നമുക്ക് പ്രസാദമായി സ്വീകരിക്കുകയും ചെയ്യാം. നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് മുമ്പായിട്ട് ധ്യാനം നിർബന്ധമായി ജപിക്കണം. അതായത് നമ്മളെപ്പോലെയുള്ള ലൗകിക ജീവികൾ ധ്യാനം ജപിച്ചതിനു ശേഷം വേണം സഹസ്രനാമ ജപത്തിലേക്ക് കടക്കാനായിട്ട്. ധ്യാനം നമുക്കൊന്ന് നോക്കാം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭൃതീം സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം ധ്യായേത് പരാമംബികാം. ഇത് മഹാദേവിയുടെ അംബികയുടെ
തിരുരൂപ വർണ്ണനയാണ്. ദേവിയെ ധ്യാനിക്കുകയാണ്. ദേവി എങ്ങനെയുള്ളവളാണ്, ദേവിയുടെ രൂപം എങ്ങനെയാണ് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. സിന്ദൂരാരുണ വിഗ്രഹം, സിന്ദൂരം പോലെ ഇളം ചുവപ്പ് നിറമുള്ളവളും, ത്രിനയനാം 3 തൃക്കണ്ണുള്ളവളും, മണിമകുടമണിഞ്ഞ തലയിൽ ചന്ദ്രക്കലയോടു കൂടിയവളും, പുഞ്ചിരി പൊഴിയുന്ന മുഖകാന്തിയോടു കൂടിയവളും, ഉന്നത സ്ഥനങ്ങൾ ഉള്ളവളും, കൈകളിൽ ഒന്നിൽ വണ്ട് മൂളിപ്പറക്കുന്ന രത്ന മധുപാത്രവും, അടുത്ത കൈയിൽ ചെന്താമര പൂവും, സൗമ്യയും രത്നകുംഭത്തിൻ്റെ മുകളിൽ ചുവന്ന കാൽപാദങ്ങൾ വെച്ചവളും, പരയും ആയ അംബികയെ ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം. അതായത് ദേവിയുടെ നിറം എങ്ങനെയാണ്, നിങ്ങൾ ആ മനസ്സിലൊന്ന് ഭഗവതിയുടെ ആ രൂപം ഒന്ന് കണ്ടുകൊള്ളുക. നമ്മളിങ്ങനെ ജപിക്കും അല്ലേ, ജപിക്കുമ്പോൾ മഹാദേവിയുടെ ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ജപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അർത്ഥം പറഞ്ഞു തരുന്നത്. നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നിട്ട്, എല്ലാവരും ഒന്ന് കണ്ണടച്ചേ, എന്നിട്ട് മഹാദേവിയുടെ ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടുകൊള്ളുക. എങ്ങനെയാണ് ദേവിയുടെ നിറം? സിന്ദൂരം പോലെ ഇളം ചുവപ്പ് നിറമുള്ളതാണ് അംബിക. അംബികയുടെ നിറം ഇളം ചുവപ്പാണ്, സിന്ദൂരം പോലെയുള്ള നിറമാണ്. അംബികയ്ക്ക് 3 കണ്ണുകളുണ്ട്. അംബിക കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കിരീടത്തിൽ എന്തുണ്ട്? ചന്ദ്രക്കലയുണ്ട്. അമ്മ എങ്ങനെ ഇരിക്കുകയാണ്? പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതീവ സൗന്ദര്യമുണ്ട് അമ്മയുടെ മുഖത്തിന്. അമ്മയുടെ സ്ഥനങ്ങൾ എങ്ങനെയാണ്? ഉന്നത സ്ഥനങ്ങളാണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൈകളിൽ, ഒരു കയ്യിൽ എന്തുണ്ട്? മധുപാത്രം, രത്നം കൊണ്ടുണ്ടാക്കിയ മധുപാത്രമാണ് കയ്യിലുള്ളത്. ആ പാത്രത്തിൻ്റെ മുകളിലേക്ക്, അതിൻ്റെ ചുറ്റിനും എന്ത് മൂളി പറക്കുന്നുണ്ട്? വണ്ട് മൂളി പറക്കുന്നുണ്ട്. അടുത്ത കയ്യിൽ എന്തുണ്ട്? ചുവന്ന ചെന്താമരപ്പൂവുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ രത്നമധുപാത്രവും അടുത്ത കയ്യിൽ ചെന്താമരപ്പൂവും. സൗമ്യയാണ് അമ്മ. എന്നിട്ട് ഒരു രത്നകുംഭത്തിൻ്റെ മുകളിൽ അമ്മ കാലെടുത്തു വെച്ചിട്ടുണ്ട്. അമ്മയുടെ കാലിൻ്റെ നിറം എന്താണ്? കാൽപാദത്തിൻ്റെ നിറം എന്താണ്? ചുവപ്പാണ്. ചുവന്ന കാൽപാദത്തോടു കൂടിയാണ് അമ്മ ആ കാലെടുത്ത് രത്നകുംഭത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അംബികയെ ഞാൻ ധ്യാനിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഈ ധ്യാനം, ഇതിൻ്റെ ആദ്യ ഭാഗമാണ്. ഇനിയുണ്ട് അങ്ങോട്ട്, നമുക്കത് ഓരോ ദിവസമായിട്ട് നോക്കാം. ഇത്രയും ദിവസം നിങ്ങളിങ്ങനെ ജപിച്ചുല്ലേ, കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ജപിച്ചു. അമ്മയുടെ രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം. ഇപ്പോൾ നിങ്ങൾക്ക് അമ്മയെ കാണാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ അമ്മ? അമ്മ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടോ? അമ്മയുടെ തലയിൽ ചന്ദ്രക്കലയുണ്ടോ? ആ 3 കണ്ണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അമ്മയുടെ കൈകൾ, അമ്മയുടെ ശരീരത്തിൻ്റെ നിറം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. അംബികയെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അമ്മ മഹാമായ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ബാക്കി ഭാഗം നമുക്ക് നാളെ നോക്കാം. അതുപോലെ ഭഗവത്ഗീത നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം.
എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.